بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر വലില്ലാഹിൽ ഹംദ്. വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടൊരു ബലിപെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സയ്യിനു അഅയാദകും ബിത്തക്ബീരി. തക്ബീറുകൾ കൊണ്ട് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ ഭംഗിയാക്കുക, മനോഹരമാക്കുക. തക്ബീറുകളാൽ ശബ്ദമുഖരിതമാകണം നമ്മുടെ ഓരോ പെരുന്നാളുകളും. ഈദ് എന്നാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കമാണ്. ഓരോ വർഷവും മടങ്ങി മടങ്ങി വരുന്ന പെരുന്നാളുകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ കാരണമാകണം. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബലിപെരുന്നാൾ? ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഒരു ചെറിയ കുടുംബത്തെ ഓർക്കലാണ്. ഒരു ചെറിയ കുടുംബത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണയാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ, അടിമയായ, കറുത്തവളായ പ്രിയപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ പൊന്നോമാന പുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരെ മൂന്നുപേരെ കുറിച്ചുമുള്ള സ്മരണയാണ് ഓരോ ബലിപെരുന്നാളും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സ്മരിക്കപ്പെടുന്നത്? ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ, ഹജ്ജുമമാർ അവർ കഅബാലയത്തിൽ പോകുമ്പോൾ ഈ കുടുംബത്തെ അവർ ഓർക്കുന്നു, സ്മരിക്കുന്നു, അവരുടെ ജീവിതം അയവിറക്കുന്നു. ലക്ഷോപലക്ഷം വരുന്ന നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകൾ അവർ തഹിയ്യാത്തുൽ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നു, അവർ ഓർക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഇബ്രാഹിം നബിയെ സ്മരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഇങ്ങനെ സ്മരിക്കപ്പെടാൻ കാരണം? ആരായിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ മഹാപുരുഷൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുഹമ്മദിയ്യ മില്ലത്താണ്. നമ്മുടെ ഹബീബാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേന്ദ്ര ബിന്ദു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവിടുത്തെ പാരമ്പര്യമാണ്. ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞ ആ ഒരു വൻ കുടുംബത്തിന്റെ കുടുംബ അംഗമാണ് നമ്മുടെ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു ഇബ്രാഹിം നബി ഇങ്ങനെ ഓർക്കപ്പെടാൻ കാരണം? ആരായിരുന്നു ഇബ്രാഹിം നബി? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, 4 കാര്യങ്ങളാണ് ഇബ്രാഹിം നബി ഓർക്കപ്പെടാൻ കാരണം. 4 കാര്യങ്ങളാൽ ഇബ്രാഹിം നബി സ്മരിക്കപ്പെടുന്നു. 1, ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ വിശ്വാസം. അചഞ്ചലമായ വിശ്വാസം, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. തന്റെ പിതാവ് തന്നെ തള്ളിപ്പറഞ്ഞു, തന്റെ സമൂഹം തന്നെ തള്ളിപ്പറഞ്ഞു, തന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും അടിപതറാതെന്ന അചഞ്ചലമായ വിശ്വാസം. ഒരാള് പോലും കൂട്ടിന് സഹായിക്കാനില്ലായിരുന്നു ഇബ്രാഹിം നബിയെ. പിതാവ് പറഞ്ഞല്ലോ, ഖാല അറാഗിബു അൻത ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ഇബ്രാഹിമേ, നീ പിന്തിരിഞ്ഞു പോയില്ല എങ്കിൽ ഞങ്ങളുടെ ഇലാഹുകളെ, ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ബിംബങ്ങളെ തള്ളിപ്പറയുന്ന സ്വഭാവത്തിൽ നിന്ന് നീ പിന്മാറിയില്ല എങ്കിൽ വഹ്ജുർനി മലിയാ ലഅർജുമന്നക വഹ്ജുർനി മലിയാ, നിന്നെ എറിഞ്ഞോടിക്കും ഞങ്ങൾ. ആരാണ് പറയുന്നത്? സ്വന്തം പിതാവ് തന്റെ മകനോട് പറയുന്നു, നിന്നെ എറിഞ്ഞു കൊല്ലുമെന്ന്. എന്തിന്റെ പേരിൽ? ഏകദൈവമായ റബ്ബിനെ അംഗീകരിച്ചതിന്റെ പേരിൽ, വാപ്പാ അംഗീകരിക്കെന്ന് പറഞ്ഞതിന്റെ പേരിൽ, സമൂഹമേ അംഗീകരിക്കെന്ന് പറഞ്ഞതിന്റെ പേരിൽ, കേൾക്കാത്ത, കാണാത്ത, ഒന്ന് കാണാനും ചിന്തിക്കാനും പോലും കഴിയാത്ത കല്ലുകളും ബിംബങ്ങളെയുമാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അവരെയല്ല എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന സർവ്വലോക സംരക്ഷകനും സംവിധായകനും സംഹാരകനുമായ അല്ലാഹ്.
ആ അള്ളാഹുവിനെയല്ലേ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ വെല്ലുവിളിക്കുന്നു, കൊല്ലുമെന്ന് പറയുന്നു, എറിഞ്ഞോടിക്കുമെന്ന് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമാധാനമുള്ളൊരു മറുപടിയുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. ഖാല സലാമുൻ അലൈക്, ഖാല സലാമുൻ അലൈക് സസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ്യാ. ഖാല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സലാമുൻ അലൈക്, അങ്ങേക്ക് രക്ഷയുണ്ടാകട്ടെ, അങ്ങേക്ക് സമാധാനമുണ്ടാകട്ടെ. സസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട്, എന്റെ രക്ഷിതാവിനോട് അങ്ങേക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടാം. ഇന്നഹു കാന ബി ഖഫിയ്യാ, അവൻ എന്നോട് കരുണയുള്ളവനാണ് എന്റെ റബ്ബ്, എന്നോട് മയമുള്ളവനാണ് എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സർവരും എതിർത്തു നോക്കി, സർവരും ചെറുതാക്കാൻ നോക്കി, സർവരും ഇകഴ്ത്താൻ നോക്കി. അള്ളാഹുവിന് വേണ്ടി സ്വന്തം പിതാവിന്റെ, സ്വന്തം കുടുംബത്തിന്റെ, സ്വന്തം നാടിന്റെ ശത്രുത ഏറ്റുവാങ്ങിയിട്ട് പോലും പിന്മാറാതെ അചഞ്ചലമായി ഉറച്ചു നിന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വർത്തമാന കാലഘട്ടത്തിൽ ആ അള്ളാഹുവിനെ, ഈ ലോക ഇലാഹായ ഏകനായ തമ്പുരാനെ, ഏകനായ റബ്ബിനെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുമ്പോൾ, മർദ്ദിക്കപ്പെടുമ്പോൾ, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ നമ്മളെ തിരസ്കരിക്കുമ്പോൾ, അവർ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഈ അചഞ്ചലമായ വിശ്വാസമാണ് മുസ്ലിമേ നമുക്കുമുണ്ടാകേണ്ടത്. പതറിപ്പോയില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇബ്രാഹിം നബി അതുകൊണ്ട് ഉയർന്നുയർന്നുയർന്ന് ലോകം മുഴുവനും സ്മരിക്കപ്പെടുന്ന നിലയിൽ അള്ളാഹു ഉയർത്തി. രണ്ടാമത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ രണ്ടാമത്തെ സ്വഭാവ ഗുണം, തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ അടിപതറാതെ നിന്നു. പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം. എന്തൊക്കെയായിരുന്നു അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾ? ജനനം തന്നെ പരീക്ഷണമായിരുന്നല്ലോ. നമ്രൂദിനോട് ആ കാലഘട്ടത്തുള്ള ബഹുദൈവ വിശ്വാസിയായ ഏറ്റവും വലിയ മുശ്രിക്കായ അവരുടെ രാജാവായിരുന്നു നമ്രൂദ്. ആ നമ്രൂദിനോട് ജോത്സ്യൻ വന്നു പറഞ്ഞു, നമ്രൂദ്, ഇനി ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞ് നിന്റെ ശത്രുവാണ്, അവൻ നിന്റെ എതിരാളിയാണ്. നമ്രൂദ് കിങ്കരന്മാരെ ഓരോ വീടുകളിലും പറഞ്ഞയച്ചു, ഇണചേരാൻ പാടില്ലെന്ന്. ഭർത്താവും ഭാര്യമാരും തമ്മിൽ അകലം പാലിക്കുക, അവർ വേറെ വേറെയാവുക, ഇണചേരാൻ പാടില്ല, ഒരു കുഞ്ഞുമാ നാട്ടിൽ ജനിക്കാൻ പാടില്ലെന്ന്. അള്ളാഹുവിന്റെ തീരുമാനത്തെ തടുക്കാൻ നമ്രൂദിനാകുമോ? കുഞ്ഞു ജനിക്കുന്നു, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ശത്രുവായി മാറി നമ്രൂദിന്റെ കിങ്കരന്മാരെ പാഠം പഠിപ്പിക്കാൻ, നമ്രൂദിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ, നമ്രൂദിന്റെ ആശയങ്ങളെ എതിർക്കാൻ. അള്ളാഹുവാണ് ഏകനായ ഇലാഹ് എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുന്നിൽ നമ്രൂദ് പതറിപ്പോയി, നമ്രൂദ് ചിതറിപ്പോയി. അവസാനം അവിടെയുള്ള ആളുകളെ കൊണ്ട് തീക്കുണ്ടാരമൊരുക്കുന്നു നമ്രൂദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കത്തിക്കരിപ്പിച്ചു കൊന്നുകളയാൻ തീക്കുണ്ടാരമൊരുങ്ങി. ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞ തീയിൽ വീഴും വിധമുള്ള വലിയ അഗ്നികുണ്ടാരം ജ്വലിക്കാൻ തുടങ്ങി. ആ ജ്വലനത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എടുത്തെറിയപ്പെടുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമേ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ അള്ളാഹു മതി, എനിക്കെന്റെ റബ്ബ് മതി. അടിപതറിയില്ല. തീയുടെ മുന്നിലും, ജ്വലിക്കുന്ന തീയുടെ മുന്നിലും, പക്ഷികളും പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ പകച്ചു പോയില്ല ഒരു സെക്കൻഡ് പോലും. അള്ളാഹു ഇറക്കുന്ന വിശുദ്ധമായ ഖുർആന്റെ ആയത്ത്, ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. കരിച്ചു കളയുന്ന ചൂടുള്ള തീയോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഖുൽ നബിയെ പറയുക, യാ നാറു കൂനി, തീയെ എനിക്ക് വേണ്ടിയാവുക, ബർദം വസലാമ, തണുപ്പും രക്ഷയുമാവുക. ആർക്ക്? അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് വേണ്ടിയിട്ട് തണുപ്പും രക്ഷയുമാവുക. എയർ കണ്ടീഷൻ ഒരുങ്ങി തീജ്വാലയുടെ ഉള്ളിൽ. ലോകത്തെ ആദ്യത്തെ AC ഒരുങ്ങിയത് തീയുടെ ഉള്ളിലാണ് ഒരു നബിയെ സംരക്ഷിക്കാൻ. തന്റെ അടിമയെ തന്നെ അംഗീകരിച്ചതിന്റെ പേരിൽ തീയിലിടപ്പെട്ടപ്പോൾ തീയെ അള്ളാഹു AC ആക്കി മാറ്റിക്കൊടുത്തു.
പരീക്ഷണങ്ങൾ പതറിയില്ല. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞോ, അവിടം കൊണ്ട് തീർന്നു. തീയിൽ നിന്ന് അള്ളാഹു പുഷ്പം പോലെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അടുത്ത പരീക്ഷണം വരികയാണ്. തന്റെ ജന്മദേശമായ ബാബിലോണിയയിൽ നിന്ന് കനാനിലേക്ക് പോകാൻ ഇലാഹിയ കൽപ്പന വന്നു. സന്താന സൗഭാഗ്യമില്ലാത്ത തന്റെ നാഥന്റെ മുമ്പിൽ സന്താന സൗഭാഗ്യമില്ലാത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. കാത്തിരുന്ന് കിട്ടിയ ഒരു പൊന്നുമോൻ, ഒരു കുഞ്ഞു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും വിജനമായ മക്കയുടെ പ്രാന്തപ്രദേശത്തിൽ ഒറ്റയ്ക്കാക്കിയിട്ട് കൊണ്ട് കടന്നു പോകാൻ കൽപ്പന വരുന്നു. അവിടെ കൊണ്ടിടുന്നു. നടന്നു പോകുന്ന വിജനമായ മരുഭൂമിയിൽ തനിച്ചാക്കി. ആകെയുള്ളത് ഒരു പാത്രം വെള്ളം, കുറച്ച് കാരക്കയും മാത്രം ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. ഹാജറ ബീവിയുടെ കയ്യിൽ കറുത്തിരുണ്ടുപോയ ഹാജറ, അടിമയായ ഹാജറ. ആ ഹാജറ ഓടിയ വഴിയിലൂടെയാണ് ഇന്ന് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഹറമിൽ പോയി വിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പോകുന്ന, ഉംറ ചെയ്യാൻ പോകുന്ന ഹാജിമാരോടൊന്ന് നീഗ്രോയായ ഒരു പെണ്ണ് പോയ വഴിയിലൂടെയാണ്. നമ്മൾ ഓർക്കണം അവരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോയപ്പോ ഹാജറ ബീവിയുടെ ഒരു ചോദ്യമുണ്ട്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചോദ്യം, തങ്ക ലിപികളാൽ എഴുതി വെക്കേണ്ട ചോദ്യം. അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിമേ എങ്ങടാ പോകുന്നേ? മറുപടിയില്ല. എങ്ങടാണ് നിങ്ങൾ കടന്നു പോകുന്നത്? മറുപടിയില്ലാതിരുന്നപ്പോ ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, പടച്ചവനാണോ ഇത് കൽപ്പിച്ചത് നിങ്ങളോട്? നാം എന്ന് പറയേണ്ട താമസം. അപ്പോഴാണ് ഹാജറ ബീവി പറഞ്ഞത്, ഓരോ ബലിപെരുന്നാളിന്റെ സന്ദേശങ്ങളും ഹൃദയത്തിൽ എഴുതി വെക്കുമ്പോ നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട വാക്കാണത്. പടച്ചവനാണോ നമ്മളെ ഈ ദുനിയാവിൽ അയച്ചത്? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതല്ലാ യുളയ്യനാ, എന്നാൽ ഞങ്ങൾ പാഴാവുകയില്ല. ഞങ്ങളെവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങളെ പോകാൻ റബ്ബാണ് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ പാഴാവില്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്? എന്റെ റബ്ബ് എന്നെ പാഴാക്കില്ലെന്നുള്ള ചിന്ത, എന്റെ റബ്ബ് എനിക്ക് മഗ്ഫിറത്ത് തരുമെന്നുള്ള ചിന്ത, എന്റെ റബ്ബ് എന്നെ കാത്തുകൊള്ളുമെന്നുള്ള ചിന്ത, എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്നുള്ള ചിന്തയല്ലേ മുഅ്മിനെ നമുക്ക് വേണ്ടത്? ഹാജറ ബീവി ഒരു ഭർത്താവിന് പറ്റിയ ഭാര്യ, ഒരു വല്ലാത്ത കുടുംബം, അചഞ്ചലമായ പരീക്ഷണങ്ങൾ അടിപതറാതെ കുടുംബം നിന്നു. ഭർത്താവിനൊപ്പം ഭാര്യ നിന്നു. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ വിജയം അതാണ്. അവർ ഇന്നും ഓർക്കപ്പെടുന്നു. ഹാജറ ബീവി ഏത് ഹാജറ ബീവിയാണ്? എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഹാജറ ബീവി, കറുത്ത വംശജയായ ഹാജറ ബീവി. ആ ഹാജറ ബീവി കേറിയ 2 മലകളാണ് സഫയും മർവയും. എന്തിനു വേണ്ടി കേറിയത്? ആകാശത്തിന്റെ സൗന്ദര്യം കാണാനല്ല, പ്രകൃതിയുടെ ഭംഗി കാണാനല്ല, ഒരു തരി വെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി, തന്റെ ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളത്തിന് വേണ്ടിയിട്ട് കയറി നിന്ന സഫാ മർവയുടെ ഇടയിലൂടെ ഒന്നോടി. ആ ഓട്ടമാണ് ഇന്ന് സഅയ് എന്നറിയപ്പെടുന്നത്. ഇന്ന് വെളുത്തവനോടുന്നു, ഇന്ന് രാജാവോടുന്നു, ഇന്ന് സമ്പന്നനോടുന്നു, ഇന്ന് സർവ്വവിധ സംവിധാനങ്ങളുമുള്ള സർവാധിപതികൾ അതുവഴി ഓടുന്നു. ആരോടിയ വഴിയിലൂടെ? അള്ളാഹു ഓടിക്കുകയാണ്. കറുത്തവൾ ഓടിയ വഴിയിലൂടെ നീ ഓട്. പഠിക്കണം ഒന്നുമല്ല, വെളുപ്പിനല്ല സ്ഥാനം, പണത്തിനല്ല സ്ഥാനം, പവറിനല്ല സ്ഥാനം. പടച്ചവൻ എന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അതിനാണ് സ്ഥാനം. അള്ളാഹു പഠിപ്പിക്കുന്നു. ഹാജറ ബീവിയെ എങ്ങനെയാണ് അള്ളാഹു പാഴാക്കുക? ഞങ്ങളെ പാഴാക്കില്ല. ഇതല്ലായുള്ളയ്യേന, ഞങ്ങളെ പാഴാക്കില്ല. ഒരു അടിമപ്പെണ്ണിന്റെ വാക്കാണ്. സഹോദരങ്ങളെ, ഈ വിശ്വാസമല്ലേ ഈ ബലിപെരുന്നാൾ നമുക്ക് വേണ്ടത്? ആക്രമിക്കപ്പെടുമ്പോൾ, ശത്രുക്കളാൽ മുസ്ലിമീങ്ങളോട് ആക്രമിക്കപ്പെടുന്നു, ഒറ്റപ്പെടുന്നു, ബുൾഡോസർ കൊണ്ട് വീടുകൾ തകർക്കപ്പെടുന്നു, കൂട്ട കൊലപാതകങ്ങൾ കൂട്ടം കൂടിയിട്ട് തല്ലിക്കൊല്ലുന്നു, വെടിവെച്ചു കൊല്ലുന്നു, കൊന്നു കുഴിച്ചിടുന്നു. അക്രമത്തിന്റെ ഏറ്റവും വലിയ മുറകൾ ശത്രു സൈന്യങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ തിരിയുമ്പോൾ ഉറക്കെ പറയണം, ഇതല്ലായുള്ളയ്യന, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പാഴാക്കൂല, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പാഴാക്കൂലെന്നുള്ള വിശ്വാസം ഈ ബലിപെരുന്നാൾ നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാവിധ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ വിശ്വാസം നമുക്ക് വേണം. അചഞ്ചലമായ വിശ്വാസത്തിൽ തികഞ്ഞ വിജയം കിട്ടിയിരുന്നു സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പതറിപ്പോയില്ല. മൂന്നാമത്തേതാണ് ഏറ്റവും വലിയ സ്വഭാവ ഗുണം, സമർപ്പണം.
എല്ലാം സമർപ്പിച്ചു. എന്ന് പറയുമ്പോൾ എന്തൊക്കെ? കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനെ സമർപ്പിച്ചു. പൊന്നുമോൻ, പിഞ്ചിളം പൊന്നുമോനെ സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കാണുന്നു, മകനെ ഒന്നറുത്തു കൊടുക്കാൻ. ഉടനെ കഴുത്തൻ്റെതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ. ഭാര്യ ഏറ്റവും വലിയ കൂട്ടാളിയായപ്പോൾ മകൻ വേറെ റോൾ മോഡലാവുകയാണ്. ലോകത്തെ എല്ലാ മക്കളും അനുകരിക്കേണ്ട ഒരു പൊന്നുമോനാണ് ഇസ്മായിൽ. കാത്തിരുന്ന് കിട്ടിയതാണ്. അറുത്തു കൊടുക്കാൻ പറയുന്നു റബ്ബ്, സമർപ്പിക്കാൻ പറയുന്നു പടച്ച തമ്പുരാൻ. സ്വപ്നം ആവർത്തിച്ച് കണ്ടപ്പോൾ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി കൊണ്ടുപോയി അറുത്തു കൊടുക്കണമെന്ന്. കൊണ്ടുപോയി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം മോനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. വിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഖാല യാ ബുനയ്യ, പൊന്നുമോനോട് പറയുന്നു, അനുവാദം ചോദിക്കുന്നു. യാ ബുനയ്യ, പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, നിന്നെ അറുത്തു കൊടുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. പടച്ച തമ്പുരാന്റെ കൽപ്പന വന്നിരിക്കുന്നു. എന്താണ് ഞാൻ ചെയ്യുക? ഫൻദുർ മാ തറ, എന്താണ് നിന്റെ തീരുമാനം? നീ അതിന് വഴിപ്പെടുമോ? നീ അതിന് തയ്യാറാണോ? ഒരു മോന്റെ മറുപടി എന്തെന്നറിയോ? വർത്തമാന കാലഘട്ടത്തിലെ മക്കളെ, നിങ്ങളൊന്ന് കേൾക്കണം. അറുത്തു കൊടുക്കാൻ വേണ്ടി വാപ്പ മുന്നിട്ട് വന്നപ്പോ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, പടച്ച തമ്പുരാനല്ലേ വാപ്പ അറുക്കാൻ പറഞ്ഞത്? കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് ചെയ്തു കൊടുക്ക്. അങ്ങയുടെ പടച്ചവന്റെ മുന്നിൽ എന്റെ ജീവിതമാണ് പടച്ചവൻ ചോദിക്കുന്ന, അങ്ങ് കൊടുക്കെന്റെ ജീവൻ. കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങ് പതറിപ്പോകണ്ട, അങ്ങ് സങ്കടപ്പെടണ്ട. സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ അങ്ങേറ്റം. ഇങ്ങനെ ഒരു സമർപ്പണം കൊടുത്ത ലോകത്താരുണ്ട് പ്രിയപ്പെട്ടവരെ? സ്വന്തം മകനെ അറുത്തു കൊടുത്ത ലോകത്താരുണ്ട്? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്യം, സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമാലുവായി കൊള്ളാം. വേദനയുടെ കത്തി വെച്ചറുക്കുമ്പോൾ, എന്റെ കഴുത്തിൽ വെച്ചറുക്കുമ്പോൾ പതറിപ്പോകരുതേ പിതാവേ, ഞാൻ ക്ഷമിക്കുന്നവനായി കൊള്ളാം. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. ഇന്നുമുണ്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അടയാളം. പിശാച് വന്നു പറഞ്ഞു, ഇബ്രാഹിമെ കൊണ്ടുപോകരുത്, നിന്റെ മകനല്ലേ, പല പേക്കൂത്തും നീ കാണും, പല സ്വപ്നങ്ങളും കാണും, കൊണ്ടുപോകരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തിരിഞ്ഞു നിന്ന് വിളിച്ചപ്പോൾ എറിഞ്ഞു കല്ലെടുത്ത്. അതാണ് ജംറയിലുള്ള കല്ലേറ്. ആ എറിയാണ് ഇന്ന് ഓരോരുത്തരും എറിയുന്നത്. ഇബ്രാഹിം നബിയെ കൊണ്ടുപോയി കഴുത്തിൽ കത്തി വെച്ചു, അറുക്കാൻ തുടങ്ങി. പാപ്പയോട് പറഞ്ഞു, വാപ്പാ അങ്ങയുടെ കൈ വിറയ്ക്കരുത്, അറുത്തുകൊള്ളുക. മകൻ കിടന്നു കൊടുക്കുന്നു, വാപ്പ അറുക്കാൻ തുനിയുന്നു. അള്ളാഹു വിളിച്ചു പറയുന്നു, മതി ഇബ്രാഹിം. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുയാ, നാം നിനക്ക് കാണിച്ചു തന്ന സ്വപ്നം നിങ്ങൾ സത്യമാക്കിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു. ആടിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറുത്തു. വർഷം നടക്കുന്ന ഉദ്ഹിയ്യ, ഈ ബലി പെരുന്നാൾ നടക്കുന്ന ഹജ്ജിന്റെ അമലുകൾ നടക്കുന്ന ഉദ്ഹിയ്യകളെല്ലാം ഇബ്രാഹിം നബിയുടെ കുടുംബം നടത്തിയത്. ഏറ്റവും വലിയ റോൾ മോഡലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയമുള്ളവരെ, അങ്ങനെ സർവ്വതും സമർപ്പിച്ചു, എല്ലാം സമർപ്പിച്ചു. നാലാമത്തേത് ക്ഷമയായിരുന്നു. എല്ലാത്തിന്റെയും മുന്നിൽ ക്ഷമിച്ചു. മകനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അക്ഷമ കാണിച്ചില്ല. പിതാവ് എതിർത്തപ്പോൾ അക്ഷമ കാണിച്ചില്ല. നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അക്ഷമ കാണിച്ചില്ല. ക്ഷമയോടുകൂടി നിന്നു. എന്തൊരു ക്ഷമയാണിത്! അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമാശീലരോടൊപ്പമാണ് അല്ലാഹു. ത്യാഗത്തിന്റെ ഇതിഹാസങ്ങൾ രചിച്ചപ്പോൾ ഒരു പേര് കൊടുത്തു, അല്ലാഹ് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരനെന്ന്. അല്ലാഹുവിന്റെ കൂട്ടുകാരനാക്കി അല്ലാഹു ചേർത്ത് നിർത്തി. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? സഹോദരങ്ങളെ, ഹൃദയം പൊട്ടി കരയേണ്ട ചരിത്രങ്ങളാണ് ഇബ്രാഹിം നബിയുടെ.
എന്തൊരു സമർപ്പണം, എന്തൊരു ക്ഷമ, എന്തൊരു ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ, എന്തൊരു മാനവിക ഐക്യത്തിന്റെ കഥ, ചരിത്രമാണിത്. സ്വന്തം മകന് ബലി കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശരീരം കൊടുക്കാതിരിക്കുമോ? തന്റെ ശരീരം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുമോ? തന്റെ ശരീരം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ, തന്റെ സമ്പത്ത് സമർപ്പണം ചെയ്യാൻ തടയുമ്പോ, തന്റെ സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ തടസ്സം നിൽക്കുമോ? തന്റെ സന്താനവും തന്റെ ശരീരവും തന്റെ സമ്പത്തുമെല്ലാം റബ്ബിന് കൊടുക്കുന്നവൻ, തന്റെ കച്ചവട സാമഗ്രികൾ, തന്റെ കൂട്ടുകുടുംബങ്ങൾ, തന്റെ സ്ഥലങ്ങൾ, പുരയിടങ്ങൾ എന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ എന്ത് തടസ്സമാണ് ആ മനുഷ്യനുള്ളത്? എല്ലാം കൊടുത്തു റബ്ബിന്, നീ തന്നതാണ് പടച്ചവനെ എന്നുള്ള ബോധം. എന്നിട്ടെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നു. സ്വന്തം മകനെ വരെ ഹറുത്ത് മുറിച്ചു മാറ്റാൻ വരെ തയ്യാറായ പൊന്നുമോന്റെ, ഒരു പിതാവിന്റെയും പൊന്നുമോന്റെയും പ്രിയപ്പെട്ട പെണ്ണിന്റെയും ചരിത്രമാണ് ഓരോ ബലിപെരുന്നാളും. നമ്മളും അങ്ങനെ ആവുക, റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. നമ്മുടെ ജീവിതവും നമ്മുടെ ആയുസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരങ്ങൾ റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹുവിന് വേണ്ടി പൊരുത്തപ്പെട്ടതാവുക. നടക്കുന്ന നടപ്പുകളും ചിന്തിക്കുന്ന ചിന്തകളും സംസാരവും നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. എല്ലാം കെട്ടിപ്പിടിക്കുന്ന, എല്ലാം വാരിപ്പുണരുന്ന, എല്ലാത്തിൻ്റെയും മുകളിലൂടെ താനാവണം, ഞാനാകണം, ഞാനാണ് ഉടമയെന്ന സ്വാർത്ഥ ചിന്ത വെടിയുക. നീ മനുഷ്യനല്ലാതാവുന്നത് അവിടെയാണ്. ഇബ്രാഹിം നബി പരിപൂർണ മനുഷ്യനായതും അവിടെയാണ്. ഏറ്റവും വലിയ റോൾ മോഡലായി മാറി. സഹോദരങ്ങളെ, ഇതാണ് ഓരോ ബലിപെരുന്നാളും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചാൽ ആകാശത്ത് നിന്ന് അള്ളാഹു അവർക്ക് മലക്കുകളെ ഇറക്കി കൊടുത്ത് സഹായിച്ചതുപോലെ നമ്മളെയും സഹായിക്കില്ലേ? നമ്മുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യൂലേ? അതുകൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കുക. ഞാൻ എൻ്റെ റബ്ബിനുള്ളതാണ്, ഞാൻ അടിമയാണ്, എൻ്റെ എല്ലാം പടച്ചവനുള്ളതാണ്. എൻ്റെ സമ്പത്തും എൻ്റെ മകനും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ വീടും എൻ്റെ കുടുംബവും എൻ്റെ വാഹനങ്ങളും എൻ്റെ സൗകര്യങ്ങളും എൻ്റേതല്ല. ഇതിന്റെ അവകാശം ഞാനല്ല, എൻ്റെ റബ്ബാണെന്നുള്ള ചിന്തയാണ്. അവിടെയാണ് ബലിപെരുന്നാൾ വേറിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ഇബ്രാഹിം വേറിട്ട് നിൽക്കുന്നത് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഇബ്രാഹിം എന്ന പേര് പറഞ്ഞാലാണ് നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഹൃദയത്തോട് ചേർത്ത് വെച്ച് പകലിൽ കിടന്നുറങ്ങുന്ന സമയം തന്റെ റബ്ബിലേക്ക് ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിന് സന്നിഹിതനാവുക. തന്റെ സമ്പത്തിനെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വതക്കയും സക്കാത്തും കൊടുക്കുക. തന്റെ ശരീരത്തെയും തന്റെ മനസ്സിനെയും തന്റെ നാവിനെയും റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിക്റുകളിൽ മുഴുകുക. തന്റെ സമ്പത്തും തന്റെ ശരീരവും മറ്റുള്ളവർക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ സഹായിക്കുക. പാവങ്ങളെ, പാവപ്പെട്ടവരെ, മനുഷ്യനാവുക, പരസ്പര സഹായികളാവുക, ഭിന്നിക്കാതിരിക്കുക, ഒറ്റക്കെട്ടാവണം നമ്മൾ. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. ഒറ്റക്കെട്ടായി നമ്മൾ മാറണം. മനുഷ്യരായി, മൃഗങ്ങളായല്ല, മനുഷ്യരായി നമ്മൾ മാറണം. റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ ബലിപെരുന്നാളിൽ ഈ സന്ദേശമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കൈമാറുന്നത്. തക്ബീറുകൾ വെറുതെ മുഴക്കിയാൽ പോരാ. അല്ലാഹു അക്ബർ എന്ന് പള്ളി മിനാരങ്ങൾ മുഴുങ്ങുന്നു. അല്ലാഹു അക്ബർ എന്ന് നിസ്കരിക്കുമ്പോൾ കൈകെട്ടുമ്പോൾ പറയുന്നു. അല്ലാഹു അക്ബർ എന്ന് ജനിച്ച സമയത്ത് നമ്മുടെ ചെവിയിൽ കേട്ടത്, ആദ്യം കേട്ടതും അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. തക്ബീർ ഉറക്കെ നമ്മൾ പറയുമ്പോൾ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായി, ആ റബ്ബാണ് വലിയവൻ എന്നുള്ള ബോധത്തോടു കൂടി അത് പറയണം. അങ്ങനെ ഒരു തക്ബീർ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ചൊല്ലിക്കേ പ്രിയപ്പെട്ടവരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയതുപോലെ, മുത്തുനിബിതങ്ങൾ ചൊല്ലിയതുപോലെ, നമ്മുടെ മുൻകാല മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ചൊല്ലിയതുപോലെ ഹൃദയത്തിൽ തട്ടി ഒരു സലാം പറഞ്ഞ് നമുക്ക് നിർത്താം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഈ സുദിനത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ അടുത്ത ബലിപെരുന്നാൾ വരെ നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി ഓരോ ബലിപെരുന്നാളിലും എല്ലാ നന്മകളും നമുക്ക് നൽകി
അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി സമാധാനത്തോടെ ഈ മുസ്ലിം ഉമ്മത്തിനെ ഐക്യത്തിലാക്കി സമാധാനത്തിലാക്കി ഈ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണം യാ റബ്ബേ. ഈ സന്ദേശം കൈമാറിക്കൊണ്ട് എല്ലാവരോടും എൻ്റെ ശ്രോതാക്കളായ ഇത് കണ്ട എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. നിങ്ങളും ഞങ്ങളെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള വസിയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.